നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് മാരിയോ ജോസഫ് എന്ന ഒരാളും പിന്നെയോ ജിജി മാരിയോ എന്ന് പറയുന്ന അയാളുടെ ഭാര്യയും ഫിലോകാലിയ എന്ന് പറയുന്ന ഒരു ചാരിറ്റി സൊസൈറ്റി ആണോ ട്രസ്റ്റ് ആണോ എന്നുള്ളതൊക്കെ ആ രീതിയിലൊക്കെ വലിയ രീതിയിൽ പ്രചാരണം കൊടുത്തുകൊണ്ട് കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചുകൊണ്ട് കളക്ട് ചെയ്തുകൊണ്ട് കുറച്ച് ആളുകൾക്കൊക്കെ വീടും മറ്റുമൊക്കെ വെച്ചു കൊടുത്തുകൊണ്ട് അത്തരത്തിൽ ഇന്ന് ഇവരെ കുറിച്ച് അറിയാത്ത ആളുകളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർ ഇന്ത്യയിലായാലും ഇന്ത്യക്ക് പുറത്തായാലും ഒക്കെ ഇത്തരത്തിൽ വ്യത്യസ്ത രീതിയിലുള്ള പ്രചാരണം, അതിൽ പ്രധാനമായത് കുടുംബം തകർന്നിരിക്കുന്ന ആളുകളെ, ദമ്പതിമാരുടെ തകർച്ച അതൊക്കെ പരിഹരിക്കുന്ന പ്രശ്നത്തിന്റെയൊക്കെ ആ ഒരു സൈക്കോളജിക്കൽ രീതിയിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണം മാത്രമല്ല, ഒരുപാട് സുവിശേഷ പ്രവർത്തനങ്ങൾ. ഇതുപോലെ നമുക്കറിയാം, തിരുവനന്തപുരം ജില്ലയിൽ ഒരു പോലീസുകാരന്റെ അശ്രദ്ധ മൂലം അച്ഛനും അമ്മയും പെട്രോൾ ഒഴിച്ച് നിൽക്കുന്ന അവർ തീ പടർന്നുകൊണ്ട് കൊല്ലപ്പെട്ട ആ സംഭവമൊക്കെ നമുക്കറിയാം. അത്തരത്തിലുള്ള ആ ഹിന്ദു കുടുംബത്തിലെ 2 കുട്ടികൾക്ക് വീട് വെച്ച് കൊടുത്തതൊക്കെ നമുക്കറിയാം. ആ വീട് വെച്ച് കൊടുത്ത സമയത്ത് ആ വീടിന്റെ ഗൃഹപ്രവേശന സമയത്ത് യേശുവിന്റെ ഫോട്ടോയൊക്കെ വെച്ചുകൊണ്ട് വെഞ്ചരിപ്പും മറ്റുള്ള കാര്യമൊക്കെ നടത്തിക്കൊണ്ട് ആ രീതിയിൽ മതപ്രചാരണം നടത്തുന്നതൊക്കെ അറിയാം. ഈ വിഷയത്തിൽ സത്യത്തിൽ ഞാൻ ഇടപെടേണ്ട എന്ന് കരുതിയതായിരുന്നു. പക്ഷെ ഒരുപാട് ആളുകൾ നമ്മളോട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഒരു പ്രതികരണം, ഇതിന്റെ യാഥാർത്ഥ്യം എന്ത് എന്ന് ചോദിച്ചും വ്യത്യസ്ത രീതിയിൽ നമ്മൾ ബന്ധപ്പെടാറുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറയുന്നത് അത് അവരുടെ കുടുംബ വിഷയമാണ്. കാരണം കുടുംബമാകുമ്പോൾ തട്ടിയും മുട്ടിയും ഇരിക്കും എന്നുള്ളത് നമ്മൾക്കറിയാം. അത് എല്ലാ കുടുംബത്തിലും ഉണ്ടായിരിക്കും. എത്ര വലിയ കോടീശ്വരനാണെങ്കിലും എത്ര ദാരിദ്ര്യമുള്ള ആളാണെങ്കിലും കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ അതിന് വലിയ പ്രചാരണം കൊടുക്കേണ്ട. അവരുടെ കുടുംബ പ്രശ്നമല്ലേ, അവർ നന്നാവുകയാണെങ്കിൽ നന്നാവട്ടെ, എന്തോ ആ രീതിയിൽ പോവട്ടെ എന്നാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പ്രതികരണവും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പൊ പുറത്തു വരുന്ന വസ്തുതകൾ അത് നമ്മളൊന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. കാരണം ഇവർ കൃത്യമായിട്ടും സഭ, ഈ ക്രിസ്ത്യൻ സഭകളൊക്കെ ഇവരാരെ കൊണ്ട് വന്നു കഴിഞ്ഞാലും അവരെ മാമോദീസ മുക്കിക്കൊണ്ട് ഞമ്മന്റെ യേശുദേവന്റെ ആളാക്കി മാറ്റുന്ന ആ ഒരു പ്രവണത, അത് കൃത്യമായിട്ട് സഭകൾ നിർത്തലാക്കേണ്ട ഒന്ന് തന്നെയാണ്. കാരണം പണ്ട് പാൽപ്പൊടിയും മറ്റുമൊക്കെ കൊടുത്ത് ആതുര സേവന രംഗത്ത് വലിയ സേവനമൊക്കെ നടത്തിക്കൊണ്ട് ഞാൻ വലിയ സംഭവമാണെന്ന് പറഞ്ഞ വലിയൊരു തെരേസ ഉണ്ടായിരുന്നു, മദർ തെരേസ എന്നൊക്കെ അവരെ അറിയപ്പെടുക. അവരെ ആരൊക്കെ വലിയ പുണ്യവതിയായി കാണുന്നുണ്ടെങ്കിലും ഞാൻ അവരെ പുണ്യവതിയായി കാണുന്നില്ല. കാരണം അവർ കൊടുക്കുന്ന ആതുര മേഖലയിലെ അവരുടെ സർവീസ് ആയിക്കോട്ടെ, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതായിക്കോട്ടെ, അതിനൊക്കെ അവർ പ്രത്യുപകാരമായിട്ട് ആവശ്യപ്പെട്ടിരുന്നത് ക്രിസ്ത്യൻ മതത്തിലേക്കുള്ള കൺവേർഷൻ ആയിരുന്നു, മതം മാറ്റമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾക്കറിയാം, വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത് എന്ന സിസ്റ്റമാണ് ഹിന്ദു സംസ്കാര പ്രകാരം, ഭാരത സംസ്കാര പ്രകാരം നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷെ മതം മാറ്റാൻ വേണ്ടി സർവീസ് എന്ന രീതിയിലും വിദ്യാഭ്യാസം എന്ന രീതിയിലും സഹായം എന്ന രീതിയിലും സാമ്പത്തിക സഹായം എന്ന രീതിയിലും ഭക്ഷണം കൊടുക്കുക, അതൊക്കെ മതം മാറ്റത്തിനാവുമ്പോൾ അത് ഏത് മദർ തെരേസയാണെങ്കിലും അത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. പണ്ട് കാലങ്ങളിൽ ഇതൊന്നും അറിയാൻ ഒരു വഴിയുമില്ലാതിരുന്ന ആളുകളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് മതം മാറ്റിക്കൊണ്ടിരുന്ന ആ സാഹചര്യം ഒന്നുമല്ല ഇന്ന് നിമിഷങ്ങൾക്കുള്ളിൽ ഓരോ വസ്തുതകളും നമ്മുടെ വിരൽത്തുമ്പിലുണ്ട്. അതുകൊണ്ട് മദർ തെരേസ എന്ന് വിളിക്കുന്ന ആ സ്ത്രീയൊക്കെ നടത്തിയിട്ടുള്ള സേവനങ്ങൾ, അവർ വാരി വലിച്ചു കൂട്ടിയിട്ടുള്ള കോടികളുടെ സമ്പാദ്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളൊക്കെ ഇന്ന് ഗൂഗിളിൽ ലഭ്യമാണ്. അതുകൊണ്ട് അന്നത്തെ കാലത്തെ ആളുകളെ പൊട്ടന്മാരാക്കുന്ന രീതിയിൽ ഇന്നത്തെ കാലത്ത് നടക്കില്ല. അത് തന്നെയാണ് ഈ പറയുന്ന ഈ മരിയോ ജോസഫിനും ഈ മരിയോയുടെ ഭാര്യയായിട്ടുള്ള ജിജിക്കും സംഭവിച്ചിട്ടുള്ളത്. കാരണം പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ കുറച്ച് അല്പം ഒരു വോയിസ് ഞാൻ കേൾപ്പിക്കാം. ഇത് ജിജിയുടെ വോയിസ് ആണ്. ഇവർ തമ്മിൽ നടക്കുന്ന മഹാ കച്ചറ എന്ന് പറഞ്ഞാൽ പോലെ ചന്തക്കച്ചറ. അതായത് ഇത്രയും നാൾ ദമ്പതികളുടെ വിഷയം പരിഹരിക്കുന്നു, കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് വരുത്തിക്കൊണ്ട് നൂറുകണക്കിന് ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നു. പല രീതിയിൽ ഇവർ വലിയ നന്മ മരമായിരുന്നു. പക്ഷെ ഈ നന്മ മരങ്ങൾ വെറും ചന്തകളായിരുന്നു, വൃത്തികെട്ട ജന്തുക്കളായിരുന്നു, ജീവികളായിരുന്നു, മനുഷ്യന്മാരായിരുന്നു. പാവങ്ങളുടെ കാശ് സ്വന്തം അക്കൗണ്ടിലേക്ക് വാങ്ങിക്കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ വസ്തുവകകൾ വരെ വാങ്ങിക്കൂട്ടിയിട്ടുള്ള ഹോമോസെക്ഷൽ, അതായത് പ്രകൃതി വിരുദ്ധ പീഡനം പോലും നടത്തുന്ന വൃത്തികെട്ട മനുഷ്യന്മാരായിരുന്നു ഈ 2 എണ്ണത്തിൽപ്പെട്ട. രണ്ടും ഒന്നിനൊന്ന് മെച്ചമാണ്. ചെറിയൊരു വോയിസ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം കേട്ടോ, കേട്ടാ. ഇംഗ്ലീഷാ എന്തോ ആയിക്കോട്ടെ, എന്റെ കൊച്ചു ചത്താലും കുഴപ്പമില്ലെന്ന് നിങ്ങൾ പറഞ്ഞു. ഞാൻ മിണ്ടിയില്ല. എന്റെ കൊച്ചു മരിച്ചാലും എന്റെ സ്വന്തം മോൾ ചത്താലും എനിക്ക് അവനാ വേണ്ടേ, ആ കുണ്ടനാണ് വേണ്ടെന്ന് പറഞ്ഞു. ആരാ വേണ്ടത്? അജ്മൽ എന്ന് വിളിക്കുന്ന, ഇന്ന് അവന്റെ പേരെന്താണെന്നറിയാമോ? സാംസൺ എന്നാണ്.
അതായത് സഭകളിലേക്ക് മുസ്ലിങ്ങളിൽ നിന്നും ഹിന്ദുക്കളിൽ നിന്നും ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഓടിച്ചെന്ന് മാമോദീസ മുക്കിക്കൊണ്ട് സാംസൺ, ജോസഫ്, അതെങ്കിൽ മത്തായി എന്നൊക്കെ പേരും കൊടുത്തുകൊണ്ട് ഏത് തീവ്രവാദിയായാലും ഏത് ഹിന്ദു സഹോദരനായാലും അവനെ സ്വീകരിച്ചുകൊണ്ട് അവന് വലിയ സംഭവം കൊടുക്കുന്ന രീതിയിൽ ഈ പറയുന്ന അജ്മൽ എന്ന് വിളിക്കുന്ന ഒരു സുഡാപ്പി, മദ്രസ പൊട്ടൻ, മദ്രസ വാണം, അതിനെ സാംസൺ എന്ന പേരിൽ ഇവൻ മതം മാറ്റിയിട്ടുണ്ട്. ഏത് പള്ളിയിലെന്നറിയാമോ? ഇവർ സെന്റ് ജോസഫ് ആളൂർ ഇടവകയിൽ 2018 മുതൽ വലിയ യേശുദേവന്റെ സ്വന്തം അനുയായിയാണ്. ആലോചിച്ച് നോക്കൂ. ഇവനെയാണ് കുണ്ടൻ എന്ന് വിളിച്ചുകൊണ്ട് ഈ പറയുന്ന മാരിയ ജോസഫിന്റെ ഭാര്യയുള്ള ജിജി പറയുന്നത്. മാരിയയുടെ സ്വന്തം മകൾ, ആ സ്വന്തം മകളോട് ഈ മാരിയ എന്ന് പറയുന്ന വലിയ സുലൈമാൻ എന്നാണ് അവന്റെ യഥാർത്ഥ പേര്, വയനാടുകാരനാണ് സുലൈമാൻ. ഈ സുലൈമാനാണ് മാരിയ ജോസഫ് എന്ന പേരിലേക്ക് മതം മാറിക്കൊണ്ട് വലിയ സംഭവമായത്. മുസ്ലിം സമൂഹത്തിലെ അജ്മൽ എന്നുള്ള വേറൊരുത്തനെ കൊണ്ടുവരുന്നു. അവന് സാംസൺ എന്ന പേര് കൊടുക്കുന്നു. എന്നിട്ടോ അവനുമായി പ്രകൃതി വിരുദ്ധ പീഡനം, പ്രകൃതി വിരുദ്ധ ലൈംഗിക ചേഷ്ടകൾ, ലൈംഗിക ബന്ധം പുലർത്തുന്നു എന്നതാണ് ഈ പറയുന്ന ഈ മാരിയോ ജോസഫിന്റെ ഭാര്യ ജിജി തന്നെ വെളിപ്പെടുത്തിയുള്ള ഓഡിയോ ആണ്. അത് സ്വന്തം മകൾ ചത്താലും വേണ്ടില്ല, ഈ അജ്മൽ എന്ന് പറയുന്ന ഈ കുണ്ടനെ ഞാൻ വിടില്ല എന്ന് സുലൈമാൻ പറഞ്ഞു എന്ന് ഈ സ്ത്രീ തന്നെ പറയുന്നു. ഇത്രയും നാൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളെ പറ്റിച്ച് നടന്നുകൊണ്ട് കോടിക്കണക്കിന് രൂപ സമാഹരിക്കുക മാത്രമല്ല എത്രയോ മനുഷ്യന്മാരെയാണ് ഇവർ പറ്റിച്ചിട്ടുള്ളത്. മാതൃകാ ദമ്പതികളെ സൃഷ്ടിക്കുന്ന എന്ന വ്യാജേന ഈ കുണ്ടൻ സെക്സ് നടത്തുന്ന ഈ പറയുന്ന മാരിയോ ജോസഫും ഈ പറയുന്ന സ്ത്രീ, ഇനിയിപ്പോ ജിജി വലിയ മാർപ്പാപ്പവതിയാണോ? അല്ലെന്ന്. ജിജിയുടെ കാര്യങ്ങളൊക്കെ കേൾക്കേണ്ടതുണ്ട്. ജിജി ഈ പറയുന്ന ഇവരുടെ പേഴ്സണൽ പേരിൽ കുടുംബ ട്രസ്റ്റ് എന്ന് തന്നെ പറയണം. ഈ ജിജിയും ഇവരുടെ ഭർത്താവായുള്ള മാരിയോയും പിന്നെ ഈ ജിജിയുടെ സഹോദരി, അങ്ങനെ കുറച്ച് ആളുകൾ കൂടിയുള്ള ട്രസ്റ്റിലേക്കാണ് ഈ മണ്ടൻ മലയാളികളെയും പിന്നെയോ വിദേശ ഇംഗ്ലീഷ് നാടുകളിൽ അടക്കം പോയിക്കൊണ്ട് ക്രിസ്ത്യൻ മതസ്ഥരെ പറ്റിച്ചുകൊണ്ട് അത് വ്യത്യസ്ത നാനാ ജാതി മതസ്ഥരും വ്യത്യസ്ത സംസ്ഥാനങ്ങളിലുമുള്ള ആളുകളെ പോലും പറ്റിച്ചുകൊണ്ട് മതപ്രഘോഷണം നടത്തുക മാത്രമാണോ ഈ പറയുന്ന മാതൃകാ ദമ്പതികൾക്ക് കൗൺസിലിംഗ് കൊടുത്ത് കുടുംബം ഒന്നിപ്പിക്കുക, ഇത്തരത്തിലുള്ള കലാപരിപാടിയൊക്കെ നടത്തി വീട്ടിൽ വന്നുകൊണ്ട് കുണ്ടൻ സെക്സ് ചെയ്യുന്ന ജോസഫും ഈ പറയുന്ന മാരിയോ ജോസഫും അതിനെതിരെ നിലപാടെടുത്ത് കള്ളും കുടിച്ചുകൊണ്ട് വേറെ ഏതോ ചെറുപ്പക്കാരനുമായി ഓഫീസിലെ ഒരു ചെറുപ്പക്കാരനുമായി ബന്ധം കൊണ്ട് നടക്കുന്ന ജിജിയും, ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല. കഴിഞ്ഞ ദിവസം മാരിയോ ജോസഫ് തന്നെ ഇവരെ കുറിച്ച് വെളിപ്പെടുത്തുന്നു, മാരിയോ ജോസഫിനെ കുറിച്ച് ജിജി ജോസഫ് വെളിപ്പെടുത്തുന്നു. ഇത് രണ്ടും മനുഷ്യന്മാർ കേട്ടുകൊണ്ടിരിക്കും. ഇവർ തന്നെ പറയുന്ന വാക്കുകളാണ്. നമുക്ക് ഈ സാംസൺ എന്ന് വിളിക്കുന്ന അജ്മൽ എന്ന് പറയുന്ന മദ്രസ പൊട്ടന് വേണ്ടിയിട്ട് ഈ ചങ്ങാതി സ്വന്തം മകളെ പോലും തെരുവിലേക്ക് നീ പോടി, നീ ചത്താലും വേണ്ടില്ല, ഈ അജ്മൽ എന്ന് പറയുന്ന ഈ സാംസൺ എന്ന് മതം മാറ്റപ്പെട്ട പേരുള്ള ഇവനുമായിട്ട് എനിക്ക് കുണ്ടൻ സെക്സ് ചെയ്യണം എന്ന് പറയുമ്പോൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം മദ്രസ വിദ്യാഭ്യാസം കിട്ടിയുള്ള സുലൈമാൻ ഇമാം പട്ടം, ഇമാം എന്ന് പറയുന്ന അവരുടെ സ്ഥാനം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് ഈ ഇമാമായിട്ടുള്ള ഈ ചങ്ങാതി ആ മതം വിട്ടുകൊണ്ട് ക്രിസ്ത്യൻ മതം സ്വീകരിച്ചപ്പോഴും എന്തുകൊണ്ട് ഒരു സുഡാപ്പിയും ഇവിടെ പ്രശ്നമുണ്ടാക്കിയില്ല? നമ്മൾക്കറിയാം ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാൾ വിട്ടുപോയി കഴിഞ്ഞാൽ അവനെ കൊല്ലാനും മടിക്കാത്ത രീതിയിലുള്ള സ്ലീപ്പർ സെല്ലുകളും ചാവേറുകളും ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ട് എന്നിരിക്കെ ഈ പറയുന്ന സുലൈമാൻ ഈ മാരിയോ ജോസഫായി മാറിയപ്പോഴും ഒരു പ്രതികരണവും പ്രതിഷേധവും കണ്ടില്ല. അതിലൊക്കെ ഇവർ കൃത്യമായിട്ട് ആസൂത്രണം നടത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിലും വിഘടനം വരുത്തുക, എങ്ങനെയാണ് അവരെ നശിപ്പിക്കാനുള്ള ആസൂത്രണം നടത്തുക എന്നൊക്കെ കുഞ്ഞുനാൾ മുതൽ മദ്രസ പഠനത്തിൽ തന്നെ അന്യമതസ്ഥനെ കാണുന്നിടത്ത് വെട്ടിക്കൊല്ലാനും പല രീതിയിൽ അവനെ ഉപദ്രവിക്കാനും പഠിപ്പിക്കുന്ന ആ പഠിച്ചത് മാത്രമല്ല ഇമാം പട്ടം പോലുമുള്ള ഈ മാരിയോ ജോസഫ് എങ്ങനെയാണ് അതൊക്കെ മറക്കുക? മാത്രമല്ല ഉസ്താദിന്റെ വെളിച്ചെണ്ണ പ്രയോഗമൊക്കെ ഉസ്താദ് പീഡനം എന്ന് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചാൽ അറിയാൻ പറ്റും. ആ പീഡനം പഠിച്ചിട്ടുള്ള ആ പീഡനം അറിഞ്ഞിട്ടുള്ള സുലൈമാന് അജ്മൽ എന്ന് വിളിക്കുന്ന ആ മുസ്ലിം നാമധായ മുസ്ലിം അയാൾ ഇന്ന് സാംസൺ എന്ന പേരിൽ ക്രിസ്ത്യാനിയാ. നാണമുണ്ടോ പിതാക്കന്മാരെ, നാണമുണ്ടോ ക്രിസ്ത്യൻ സഭകളെ എന്ന് മനുഷ്യന്മാർ ചോദിക്കണം. കാരണം ഇതുപോലെയുള്ള മദ്രസ പൊട്ടന്മാരൊക്കെ ഓടി വരുമ്പോഴേക്കും അവർക്കൊക്കെ മതം മാറ്റി സാംസണും ജോസഫും തോമസും മത്തായിയും ഒക്കെ കൊടുത്തുകൊണ്ട് ഇവരെ കണ്ണുമടച്ച് വിശ്വസിച്ച് ഇവരെ വീണ്ടും വീണ്ടും ഞമ്മന്റെ കൂട്ടത്തിലേക്ക് യേശുദേവന്റെ അടുത്തോട്ട് മതം മാറ്റാൻ വേണ്ടി പച്ചയ്ക്ക് തുറന്നു വിടുമ്പോൾ ഒരു കാലത്ത് സത്യം പുറത്തു വരും. ആലോചിച്ച് നോക്കൂ എത്ര നികൃഷ്ടമായുള്ള കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. ഇനി ഇവളെ കുറിച്ച് പറയണം നമ്മൾ. എന്താണെന്നറിയാമോ? ഈ ജിജി എന്ന് പറയുന്ന സ്ത്രീ വലിയ മാർപ്പാപ്പ പട്ടം കിട്ടിയവളൊന്നുമല്ല. അവളെ ലക്ഷക്കണക്കിന് രൂപ അവളുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് വരുത്തിക്കൊണ്ട്
കോടിക്കണക്കിന് രൂപയുടെ വസ്തു വാങ്ങിക്കൊണ്ട് അവരുടെ സഹോദരന്റെയും സഹോദരിയും ഇവരെ ഒരുപാട് ബിനാമികളുടെ പേരില് നാട്ടുകാരുടെ പണം കട്ടെടുത്തുകൊണ്ട് വസ്തു വാങ്ങി എന്ന് പറയുമ്പോൾ ഇതിലേറെ ഇവൾക്ക് കുറിച്ച് എന്താ പറയേണ്ടത്? ഇനി ഇവൾ വേറൊരു ചെറുപ്പക്കാരനെ പ്രണയത്തിലായിരുന്നു, വഴിവിട്ട രീതിയിൽ സഞ്ചരിച്ചു എന്ന് പറയുന്നത്, ഇവളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മദ്യപിച്ച് വാഹനാപകടം പോലും വരുത്തിയിട്ടുണ്ട് ഈ ജിജി എന്ന് പറയുന്നത് ഈ മാരിയോ ജോസഫിന്റെ കൂടെ നിൽക്കുന്ന ബൈജു എന്നു പേരുള്ള മറ്റൊരു ക്രിസ്ത്യാനിയാണ്. ഇത്തരത്തിൽ ഇവർ രണ്ടും പരസ്പരം ചെളിവാരി എറിയുന്ന ആ രീതിയിലേക്ക് മാറുമ്പോൾ ഇതിലൂടെ വ്യക്തമാവുന്ന ജനങ്ങൾക്ക് മുൻപിലേക്ക് കോടിക്കണക്കിന് രൂപ ഇവർ FCRA രജിസ്ട്രേഷൻ പോലും ഇല്ലാതെയാണ് കൈപ്പറ്റിയത്. ആലോചിച്ച് നോക്കൂ. നമ്മൾക്കറിയാം കള്ളപ്പണം ഒരുപാട് ഒഴുകിയെത്തിയിരുന്നു നമ്മുടെ നാട്ടിലേക്ക്. വിദേശത്തിരുന്നു കൊണ്ട് ഇസ്ലാമിക ജിഹാദികൾക്ക് ഫണ്ട് ചെയ്തിരുന്നു വിദേശത്തിരുന്നു കൊണ്ട്. അതിനെയെല്ലാം കേന്ദ്രം കൃത്യമായിട്ടും നിരോധിച്ചു നോട്ട് നിരോധനത്തിലൂടെ. മാത്രമാണോ കേന്ദ്രം ഈ വിദേശത്ത് നിന്ന് വരുന്ന ഫണ്ടുകൾക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാക്കി. FCRA രജിസ്ട്രേഷൻ പണ്ടൊക്കെ ഏതൊരു ട്രസ്റ്റിനും കൊടുക്കുമായിരുന്നു പെട്ടെന്ന്. പക്ഷെ ഇന്ന് കൊടുക്കില്ല. ഇന്ന് കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ അത് മൈന്യൂട്ട് പോലും നോക്കിയിട്ട് വിദേശത്ത് നിന്ന് നമ്മുടെ ഈ രാജ്യം ഭാരതത്തിനെതിരെ പ്രവർത്തിക്കുന്ന ജിഹാദികളായാലും മറ്റ് ശക്തികളായാലും അവർക്ക് വന്നു ചേരുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി സ്ട്രിക്റ്റ് ആക്കിയ സമയത്ത് വ്യക്തിപരമായുള്ള അക്കൗണ്ടിലൂടെ കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാൻ ഇവർക്ക് എങ്ങനെയാണ് മനക്കരുത്ത് വന്നതെന്നറിയാമോ? കൈയിട്ട് വാരാൻ നക്കാൻ തന്നെയാണെന്ന്. ഈ പാവങ്ങളായ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ഈ പറയുന്ന കൊറോണ സമയത്തായാലും വയനാട് ദുരന്തത്തെ പോലും ഇവർ അതിനുവേണ്ടി ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ ജിജിയെ ഇന്ന് സ്തുതിച്ച് ജിജിക്ക് പിന്തുണ കൊടുക്കുന്ന കുറെ എണ്ണത്തെ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. നാണമുണ്ടോ ഹേ? ഈ പറയുന്ന വയനാട് ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് FCRA രജിസ്ട്രേഷൻ ഇല്ലാത്തത് കൊണ്ട്, ട്രസ്റ്റിലൂടെ ഫണ്ട് വരുത്താൻ പറ്റാത്തത് കൊണ്ട് സ്വന്തം അക്കൗണ്ടിലേക്കും കുടുംബത്തിന്റെ അക്കൗണ്ടിലേക്കും ഒക്കെ പണം വരുത്തിക്കൊണ്ട്, ജോയിന്റ് അക്കൗണ്ടിലേക്കൊക്കെ പണം വരുത്തിക്കൊണ്ട് അത് വെച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ വസ്തു വാങ്ങിക്കൂട്ടുക എന്ന് പറയുമ്പോൾ ജിജി തൂങ്ങിച്ചത്തൂടെ പെണ്ണുമ്പിള്ളേ നിങ്ങൾക്ക് എന്ന് ലോകം ചോദിക്കേണ്ടതുണ്ട്. ഇനിയും ഈ മരിയോ ജോസഫ് എന്ന് പറയുന്ന അയാൾ കഴിഞ്ഞ ദിവസം അയാളുടെ മരിയോ ജോസഫ് ഫിലോക്കാലിയ എന്തോ കോലിയ, ആ കോലിയയിലിട്ടൊരു വീഡിയോയിൽ പറയുന്നുണ്ട്, 34 മിനിറ്റുള്ള വീഡിയോ, ഞാനിന്നത് പൂർണ്ണമായിട്ട് ഇരുന്ന് കണ്ടു. മാത്രമല്ല ഈ ജിജി ഇട്ടിട്ടുള്ള വീഡിയോകളും ജിജിയുടെ വോയിസുകളും സംബന്ധിച്ച് ഒരുപാട് വോയിസുകൾ നമ്മൾക്ക് കിട്ടി. അതൊക്കെ ഞാൻ വിശകലനം ചെയ്തു. അതുകൊണ്ട് തന്നെ ഇവർ ഈ നാടിനെ നശിപ്പിക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ കൈയിട്ട് വാരി നക്കിക്കൊണ്ട് അജ്മൽ പോലെയുള്ള സുലൈമാൻ പോലെയുള്ള ആളുകളൊക്കെ പറയുമ്പോഴേക്കും കണ്ണും പൂട്ടി കാശിട്ട് കൊടുക്കുന്ന മലയാളികളെ, ഇവിടത്തെ ഒരുപാട് നന്മമരങ്ങളെ നിങ്ങൾ കണ്ടതല്ലേ? ഇനിയും കണ്ണും പൂട്ടി കാശിട്ട് കൊടുത്ത് ഇതുപോലെയുള്ള മാരിയോ ഫിലോക്കാലിയ ദമ്പതിമാർ നാട്ടുകാരെ നന്നാക്കാൻ നടക്കുമെന്നും പറഞ്ഞ് സ്വയം വീട്ടിൽ വെള്ളമടിച്ചുകൊണ്ട് വൃത്തികെട്ട രീതിയിൽ സെക്ഷൻ ചെയ്ത് നടക്കുന്ന ഈ ജന്മങ്ങളെയാണ് നിങ്ങൾ ഇത്രയും കാലം തലയിലേറ്റി നടന്നതെന്ന് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. ഇത് വെറും ഒരു കുടുംബ പ്രശ്നമല്ല. കാരണം നാട്ടുകാരെ പറ്റിച്ചതാണ്. ഇന്നിപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലും ഇവരുടെ ഈ അനധികൃതമായുള്ള പണം കൈകാര്യം ചെയ്യലും അതുപയോഗിച്ച് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുവകകൾ വാങ്ങിക്കൂട്ടിയതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഈ ഫിലോക്കാലിയ എന്ന് പറയുന്ന ഇവരുടെ ഈ ട്രസ്റ്റ് അതല്ലെങ്കിൽ ഇവരുടെ ആ നാമത്തിലൂടെ ഈ മരിയോ ജോസഫിനും ഈ ജിജി ജോസഫും സമ്പാദിച്ചിട്ടുള്ള കോടിക്കണക്കിന് രൂപ അതിന്റെ കയ്യും കണക്കും ഇനി കേന്ദ്രം പുറത്തിടുക തന്നെ ചെയ്യും. ഇവരാരെ കൊണ്ടുവന്നാലും മാമോദീസ മുക്കിക്കൊണ്ട് കുളത്തിൽ മുക്കിക്കൊണ്ട് ശ്വാസം മുട്ടിച്ച് മോനെ നീ സാംസൺ ആണ് ഇന്ന് മുതൽ, മോനെ ഇന്ന് മത്തായി ആണ് ഇന്ന് മുതൽ, മോനെ ഇന്ന് ജോസഫ് ആണ് നീ ഇന്ന് മുതൽ എന്ന് പറഞ്ഞ് മാമോദീസ മുക്കി ഞമ്മന്റെ ആളുകളുടെ എണ്ണം കൂട്ടുന്ന പിതാക്കന്മാരെ, സഭാ പുരോഹിതന്മാരെ, പള്ളിയിൽ അച്ഛന്മാരെ നാണമുണ്ടോ എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. എല്ലാ പള്ളിയിൽ അച്ഛന്മാരെയോ ക്രിസ്ത്യൻ വിഭാഗത്തെയോ ഒരിക്കലും നമ്മൾ കുറ്റപ്പെടുത്തില്ല. ഓരോ ഹൈന്ദവന്റെയും ക്രിസ്ത്യന്റെയും ഐക്യം ഈ നാട്ടിൽ ഇന്ന് വേണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. കാരണം നമ്മൾക്കറിയാം നമ്മുടെ നാട് ഇസ്ലാമിക ജിഹാദികളാൽ വലയപ്പെട്ട് അതല്ലെങ്കിൽ വളഞ്ഞുകൊണ്ട് നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി കാഫിർ എന്ന വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഹിന്ദുവിനും ക്രിസ്ത്യാനിയും ഈ നാട്ടിൽ അനുഭവിക്കുന്നത് എന്താണെന്ന് നമ്മൾക്കറിയാം. ഇവിടെ മാറി മാറി ഭരിക്കുന്ന ഇടതും വലതും ഇസ്ലാമിക ജിഹാദികളെ പിന്തുണയ്ക്കുന്ന ആ വർഗമായി മാറിയിരിക്കുന്നു. ഇവിടെ അവരെ വോട്ടുകുത്തി ജയിപ്പിക്കുന്ന അടിമകളായിട്ട് മാത്രമുള്ള ഹിന്ദുവും ക്രിസ്ത്യാനിക്കും ഒരു രക്ഷ, ഏകരക്ഷ BJP RSS ഹിന്ദുത്വ സംഘടനകൾ മാത്രമാകുമ്പോൾ ക്രിസ്ത്യൻ സഹോദരന്മാരെ ഈ ജിഹാദികൾക്ക് മുൻപിലേക്ക് ഇട്ടുകൊടുക്കാൻ മനസ്സില്ലാത്തത് കൊണ്ട് തന്നെ കാഫിർ വിഭാഗത്തിൽപ്പെട്ട ഓരോ ഹിന്ദുവും അനുഭവിക്കുന്ന രീതിയിൽ തന്നെ അനുഭവിക്കുന്ന ക്രിസ്ത്യൻ സഹോദരങ്ങളെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഹിന്ദു കുട്ടികളെയും ഇത്തരത്തിൽ ഹിന്ദു കുടുംബങ്ങളെയും കൂട്ടത്തോടെ മതം മാറ്റുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ ഈ നാട്ടിലുണ്ട്. അത്തരത്തിൽപ്പെട്ട രണ്ട് ജന്തുക്കൾ പരസ്പരം ചെളിവാരി എറിഞ്ഞിട്ടാണെങ്കിലും ഇന്ന് ലോകം സത്യം മനസ്സിലാക്കിയിരിക്കുന്നു. പ്രകൃതി വിരുദ്ധ പീഡനം പോലും നടത്തുന്ന സുലൈമാൻ എന്ന് വിളിക്കുന്ന മരിയോ ജോസഫ് എന്ന പേരിലേക്ക് മാറിയിട്ടുള്ള
അവനും സാംസൺ എന്ന് വിളിക്കുന്ന അജ്മൽ എന്ന് പറയുന്ന ആ കുണ്ടനും ഈ കുണ്ടനും തമ്മിലുള്ള ബന്ധം കണ്ട് ഇവിടെ പൊട്ടിത്തെറിച്ചിട്ടുള്ള ഈ പറയുന്ന ജിജി എന്ന് പറയുന്ന ജോസഫ് മരിയോ അവരാണെങ്കിലും എല്ലാം കണക്കാണ്. കള്ളും കുടിച്ച് പാവങ്ങളുടെ കാശ് പിരിച്ച് കള്ളും കുടിച്ച് ഡ്രൈവ് ചെയ്ത് അപകടം പോലും വരുത്തിയിട്ടുള്ള ജിജിയെ വെളുപ്പിക്കാൻ ഇനിയും ആരും നടക്കില്ലേ? ഈ സുലൈമാനെ വെളുപ്പിക്കാനും ഇനിയും ആരും നടക്കില്ലേ? ഇവിടെ ഈ സുലൈമാൻ ഉണ്ടല്ലോ, ഈ സുലൈമാന്റെ പക്ഷം ഇനിയും പറന്നുയരും. കാരണം എന്താണെന്നറിയാമോ? സുലൈമാൻ എന്നുള്ള പേര് തന്നെ, അജ്മൽ എന്ന പേര് തന്നെ, അവരുടെ ഇപ്പോഴത്തെ പേര് മരിയോ ജോസഫും അജ്മൽ എന്നുള്ളവന്റെ പേര് സാംസണും ഒക്കെ ആണെങ്കിലും ജിജിയേക്കാൾ ഉപരി അവരെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ഒരുപാട് ആളുകൾ വരും. എന്തുകൊണ്ടാണ് ഇമാം എന്ന് പറയുന്ന വലിയ സ്ഥാനത്തിരുന്ന സുലൈമാൻ ഈ പറയുന്ന മരിയോ ജോസഫ് ആയപ്പോഴും എന്തുകൊണ്ട് ജിഹാദികൾ ഇയാൾക്കെതിരെ ഒരു ശബ്ദം പോലും ഉയർത്തിയില്ല എന്നുള്ളതിന്റെ ദൃക്സാക്ഷ്യമാണ് ഇവിടെയുള്ളത്. ആളുകളെ പറ്റിച്ച് കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുമ്പോൾ അതിലൂടെ FCR ലൈസൻസ് പോലും ഇല്ലാതെ കോടിക്കണക്കിന് രൂപയുടെ വരുത്തുമ്പോൾ കോടിക്കണക്കിന് രൂപ അത് ജിഹാദിസത്തിന് ഉപയോഗിക്കാൻ വേണ്ടി പോലും ഇവർക്ക് കൈകാര്യം ചെയ്യാനുള്ള അവസ്ഥ വരുമായിരുന്നു എന്ന് ആര് സംശയിച്ചാലും കുറ്റപ്പെടുത്താനാവില്ല. പിന്നെ സുലേഖ എന്ന് പേര് വിളിക്കുന്ന ഒരു ടീച്ചറും ഉണ്ട് കേട്ടോ. ആലോചിച്ച് നോക്കും, മതം മാറ്റപ്പെട്ട ഒരു ടീച്ചർ അതിൽ വേറെയും ഉണ്ട്. ഇത്തരത്തിൽ സ്ത്രീകൾ അടക്കമുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിൽ ഞങ്ങൾ ഈ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന എന്ത് ദാമ്പത്യ പ്രശ്നങ്ങൾക്കും ഞങ്ങളുടെ കയ്യിൽ പരിഹാരമുണ്ടെന്നും പറഞ്ഞ് ആളുകളെ പറ്റിച്ച് ആളുകളുടെ മനസ്സിൽ ഒരു സ്ഥാനം നേടിക്കൊണ്ട് വിദേശത്ത് പോലും ഈ സുവിശേഷ പ്രവർത്തനമൊക്കെ നടത്തിക്കൊണ്ട് കോടിക്കണക്കിന് രൂപ വരുത്തുക. ആ കോടിക്കണക്കിന് രൂപ കൈയിട്ട് വരുന്നാക്കാൻ വേണ്ടി തന്നെയായിരുന്നു ഭീകര പ്രവർത്തനത്തിന് പോലും ഈ ഫണ്ട് ഉപയോഗിക്കുമായിരുന്നു എന്ന് ആര് പറഞ്ഞാലും കുറ്റപ്പെടുത്താത്ത രീതിയിലേക്ക് മാറിയിട്ടുള്ള ഈ പറയുന്ന സുലൈമാനും ഈ ജിജിയെയും ഇനിയും ഒരാളെങ്കിലും അനുകൂലിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിനക്കൊക്കെ എത്ര തന്തയാണുള്ളത് എന്ന് നീ നിന്റെ DNA പരിശോധിച്ച് കണ്ടെത്താൻ ശ്രമിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ ബിനാമികളുടെ പേരിൽ, ഈ വയനാട് ദുരന്തത്തിന്റെ പേരിൽ പോലും കോടികൾ കൈയിട്ട് വാരി നക്കി സ്വന്തം അക്കൗണ്ടിലേക്ക് വരുത്തിക്കൊണ്ട് സ്വന്തം പേരിലും സ്വന്തം കുടുംബക്കാരുടെ പേരിലും വസ്തുവകകൾ വാങ്ങിക്കൂടില്ല ജിജി. ഇതിലും ഭേദ പാവങ്ങളുടെ തീട്ടം തിന്നൂടേടി നിനക്ക് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല. ഇതേ ഭാഷ തന്നെയേ ഇവരൊക്കെ അർഹിക്കുന്നുള്ളൂ. പാവം പിടിച്ച ആളുകളുടെ ദൈന്യത അന്നും ഇന്നും മുതലെടുത്തുകൊണ്ട് മതപരിവർത്തനത്തിനും കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാനും മുതൽക്കൂട്ടായി നടത്തുന്ന അതല്ലെങ്കിൽ ആ രീതിയുടെ മുഖം മൂടി അണിഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് ഇതേ ഭാഷയിൽ മുഖത്തടി തന്നെ കൊടുക്കണം. അത് സുലൈമാൻ ആണെങ്കിലും ജിജി ആണെങ്കിലും എന്ന് പച്ചയ്ക്ക് പറയട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.